ഒരു നട്ടുച്ച സമയത്ത് ജബലുന്നൂർ പർവ്വതവും കയറി ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുന്ന പ്രവാചകരോടുള്ള പ്രണയം പറയാൻ വേണ്ടിയിട്ട് ഒരു ഉറുമ്പ് പോകുന്ന കഥ പറയുന്നുണ്ട്. ഉറുമ്പിനെന്താ തലക്കോളയില്ലേ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. എന്നാലും ഉറുമ്പിന് ഇഷ്ടമായതുകൊണ്ടല്ല, പൊയ്ക്കോട്ടെ, പ്രവാചകരല്ലേ, പോവണം. നബിതങ്ങളുടെ അരികിലെത്തിയിട്ട് ഈ ഉറുമ്പ് തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നബിക്ക് വല്ലാത്ത വിഷമം. വെച്ച് നീട്ടാൻ ഒരു പഞ്ചസാര തരി പോലുമില്ല. എങ്കിലും നിരാശനാക്കാൻ പാടില്ലല്ലോ. നബി ഒരു ചരൽ കല്ലെടുത്ത് ആ ഉറുമ്പിനെ വെച്ച് നീട്ടി. അപ്പോൾ എനിക്കും തോന്നി ഭയങ്കര മോശമായല്ലോ, കല്ലാണോ കൊടുത്തത്? വെയിറ്റ്, ഈ കല്ല് മാറോട് ചേർത്ത് ഇങ്ങനെ നുണഞ്ഞു നോക്കിയതിന് ശേഷം ഈ ഉറുമ്പ് പറഞ്ഞു അത്രേ, പ്രഭു ഭയങ്കര മധുരമുണ്ടല്ലോ നിങ്ങൾ വെച്ച് നീട്ടിയ കല്ലിനെ എന്ന്. അവൻ വിധങ്ങൾ പറഞ്ഞു അത്രേ, സ്നേഹത്തോടുകൂടെ വെച്ച് നീട്ടുന്നതെല്ലാം സ്നേഹത്തോടുകൂടെ സ്വീകരിക്കാനുള്ള വിശാലത നമുക്കുണ്ടെങ്കിൽ കല്ലുകളും മധുരമുള്ളതായി മാറുമെന്ന്. ഇനി ഇതിൻ്റെ റെപ്യൂട്ടഡ് സോഴ്സുകളും സർട്ടിഫൈഡ് ഹദീസാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇത് സച്ചിദാനന്ദൻ മാഷിൻ്റെ വരികളാണ്, ഉറുമ്പും പ്രവാചകരും എന്ന ആ ഒരു ഭാഗത്തുള്ള വരികൾ. റവാഹു സച്ചിദാനന്ദൻ മാഷ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.